You Nancy, goodbye. The people will shout my name. Pilate will tell them there's nothing I have done to deserve this, but they will refuse. Pilate will stand me beside Barabbas, a murderer, and they will accuse, and me. Pilate will appeal to the priests, insist, or simply beg me to appease their fury. But they will shout it louder, crucify, crucify, crucify. You know me say goodbye. My hands will be tied to the post. The sound of the whip will ring in your ears and in your chest. The soldiers will peel the skin off my skin, back, around. Thorn branches will be pressed into my skull, till the blood runs into my eyes. But you do not need to say goodbye. I will carry that cross. I will go to the place of the skull, and there they will drive the iron stakes between the bones in my breast with a hammer. They will nail my feet to the tree. I will be raised up as the world waits for me to die. But after all, you need not say goodbye. Between two thieves will hang, you may hear speaking to my father, your father. You may hear ask him, why? But then, you need not say goodbye. What won't you see, what you won't you hear, what you won't know until all of this is done is that moment I was paying the penalty of your wrongdoing. Every wrongdoing, every mistake, every act of envy, every word of hatred, every moment of violence and greed and spite, every selfish desire, every insult, every thought, every moment, every weakness, every failures, hurt you, history will be in hands, on my head, on that cross, will suffer the red was destined you. Every guilty fallen on me, your punishment will be for my blood, and it will be enough. You die on your cross, let out a final sigh. Oh, you need not say goodbye. Truly I say to you, today, you will be with me in paradise. Goodbye, fear. Goodbye, sorrow. Goodbye, irritation. Goodbye, shame. Say this. Goodbye, guilt. Goodbye, contamination. Goodbye, all the regrets of the past. Look up at the cross and speak the word addiction. Goodbye, chains. Goodbye, hopelessness. Right here
2000 വർഷങ്ങൾക്ക് മുൻപ് കലിത്തൊഴുത്തിൽ യാതനായ ലോകരക്ഷകനായ യേശുവിനെ സന്ദർശിച്ച 3 ജ്ഞാനികളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ അക്കാലത്ത് തന്നെ വിജ്ഞാനിയായ 4ാമതൊരാൾ യേശുവിനെ സന്ദർശിക്കാൻ പോയ കഥ എല്ലാവരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. ഹെൻറി വാൻ ഡയക്കിന്റെ വിഖ്യാതമായ ദ അതർ വൈസ്മെൻ എന്ന കൃതിയെ ആധാരമാക്കി സജ്ജീകരിച്ച ഈ കലാസൃഷ്ടി ഷൈബ്സ് അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നു. ആർത്തവാൻ. ഇത് ഞാനാണ്, നീ സ്നേഹിക്കുന്ന, നീ വിശ്വസിക്കുന്ന നിന്റെ യഹോവയുടെ ദൂതൻ. ഇതാ അങ്ങയുടെ ദാസൻ, അങ്ങ് അരുളി ചെയ്താൽ. നിന്റെ ദൈവമായ കർത്താവ് പ്രവചനങ്ങളിലൂടെ നൽകിയ വാഗ്ദാനം ഇതാ വന്ന് ഭവിച്ചിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവ്, ലോകത്തിന്റെ രക്ഷകനായ യേശു നസറത്തിൽ ബത്ലഹേം പട്ടണത്തിലെ ഒരു കാലിത്തൊഴുത്തിൽ കന്യകയായ മറിയത്തിന്റെ പുത്രനായി ജനിച്ചിരിക്കുന്നു. ആർത്തവാൻ, നീ പുറപ്പെടൂ, നിന്റെ രാജാവിനെ കുമ്പിട്ട് ആരാധിക്കാം, അവനെ സ്തോത്രഗീതങ്ങൾ ആലപിക്കണം. നിന്റെ വസ്തുവകകൾ വിറ്റ് നിന്റെ സുരുക്കൂട്ടിൽ വെച്ചിരിക്കുന്ന ആ 3 രത്നങ്ങളും അവന് കാഴ്ചയായി സമർപ്പിക്കണം. എന്തെന്നാൽ നീ അവന് പ്രിയപ്പെട്ടവനാണ്. പക്ഷേ എന്നോടൊപ്പം വരാമെന്നേറ്റിരുന്ന എന്റെ സുഹൃത്തുക്കൾ, നിന്റെ സുഹൃത്തുക്കളായ കാസ്പറും ബൽഷീറും ബൽത്തസറും ബാബിലോണിയയിലെ സ്വപ്നഗോളങ്ങളുടെ ദേവാലയത്തിൽ നിനക്കായി കാത്തു നിൽക്കുന്നു. നിങ്ങൾക്ക് വഴികാട്ടിയായി ഞാൻ അധിക ശോഭയുള്ള ഒരു വാൽ നക്ഷത്രത്തെ അയക്കും. നിങ്ങൾ ആ നക്ഷത്രത്തെ പിന്തുടർന്നു. ഇതാ പുറപ്പെടുകയാണ്. പ്രഭു, എന്ത് പറ്റി പ്രഭു ഈ അർദ്ധരാത്രി? നീ കേട്ടോ ആ ശബ്ദം? ശബ്ദം? എന്ത് ശബ്ദം? ഞാനൊന്നും കേട്ടില്ല. അന്ന് വല്ല സ്വപ്നം കണ്ടത്? വെറും സ്വപ്നമല്ല. കർത്താവിന്റെ ദൂതൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. കർത്താവിന്റെ ദൂതൻ? അന്നൊന്നിന് എന്താണ് ഉറക്കപ്പിച്ച? നീ വിചാരിക്കും പോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യമായിട്ടും കർത്താവിന്റെ ദൂതൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. നാമെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ രക്ഷകൻ യേശു ജനിച്ചിരിക്കുന്നു ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ. രക്ഷകൻ കാലിത്തൊഴുത്തിൽ? മാർക്കസ്, അധികം സമയമില്ല. എന്റെ സുഹൃത്തുക്കളായ കാസ്പറും ബൽഷിയറും ബൽത്തസറും എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഓ പിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നും വരുന്നില്ല. മാർക്കസ്, നീ ഇത് കണ്ടോ? എന്റെ പിതാവ് എനിക്ക്
വസ്തുവകകൾ വിറ്റ് ഞാൻ വാങ്ങിവെച്ച 3 രത്നങ്ങൾ, ഇന്ദ്രനീലം, മരതകം, പവിഴം, ഇത് 3 എനിക്കെന്റെ രക്ഷകനെ സമർപ്പിക്കുന്നു. വരൂ, നമുക്ക് പുറപ്പെടാം. ആ രാത്രി തന്നെ ആർത്തബാനും മാർക്കസും ബാബിലോണിയായിലെ രത്നഗോളങ്ങളുടെ ദേവാലയത്തിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ ബാബിലോണിയായ തടാകക്കരയിലൂടെയുള്ള യാത്രയിൽ ദൈവം അവർക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. ഇന്നാരും ഈ വഴി വരുന്നില്ലല്ലോ. ഹോ, ഇന്നലെ ഉറക്കമഴിച്ചത് മാത്രം മിച്ചം. ഒരുത്തനെ കിട്ടിയവനാണെങ്കിലോ നമ്മളെക്കാളും കഷ്ടം. അവിടെ ആരും വരുന്നുണ്ടോ? നമുക്ക് അങ്ങോട്ട് മാറിയിരുന്നാൽ. എത്ര നേരമായി യാത്ര തുടങ്ങിയിട്ട്, ദാഹിച്ചിട്ട് വയ്യ. വെള്ളം എവിടുത്തെ? ആ തടാകത്തിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചിട്ട് പിന്നെ ആ യാത്ര. നിൽക്കവിടെ. നിങ്ങളുടെ പണവും സ്വർണവും രത്നങ്ങളും എടുക്കുകയാണ്. അരുത്. എന്റെ മകളുടെ വിവാഹത്തിന് ആഭരണങ്ങൾ എടുക്കുവാൻ പോകുന്ന വഴിയാണ്. എന്നെ ഉപദ്രവിക്കരുത്. അപ്പൊ അവന്റെ കയ്യിൽ പണമുണ്ട്. കൊല്ലവനെ. മാർക്കസ്, നോക്കൂ, ആരാണ് അവിടെ? ആരോ അവിടെ വീണ് കിടക്കുന്നുണ്ട്. ആരെങ്കിലും ആകട്ടെ പ്രഭു, നമ്മുടെ വിഷയം ഇതൊന്നല്ല കേട്ടോ. ദേ, നമുക്ക് തീരെ സമയമില്ല. മിണ്ടാതിരിക്കൂ മാർക്കസ്. സ്നേഹിത, നീ ആരാണ്? എന്താണ് സംഭവിച്ചത്? ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? വരൂ, എഴുന്നേൽക്കൂ. ഇനി പറയും, എന്താണ് പറ്റിയത്? പ്രഭു, ഞാൻ ഒരു വ്യാപാരിയാണ്. എന്റെ മകളുടെ വിവാഹത്തിന് വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കള്ളന്മാർ എന്നെ ആക്രമിച്ച് എന്റെ എല്ലാം അവർ എടുത്തോണ്ട് പോയി. ഞാനിനി എങ്ങനെ എന്റെ വീട്ടിലേക്ക് ചെല്ലും? എന്റെ മകൾ, അവൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? നിങ്ങൾ പോയിക്കോളൂ. എനിക്കിനി ജീവിക്കണ്ട. അരുത് സഹോദര, അരുത്. അങ്ങനെ ഒന്നും പറയരുത്. നോക്കൂ, ഇത് വളരെ വിലയേറിയ ഒരു രക്തമാണ്. ഇത് നിങ്ങൾ എടുത്തോളൂ. ഇത്
വിവാഹത്തിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊള്ളു. പ്രഭു, ഇത് നമ്മൾ യേശുവിനെ കാഴ്ചവെക്കാൻ കൊണ്ടുപോകുന്നല്ലേ? ഇത് ഇയാൾക്ക് കൊടുത്താൽ മാർക്കസ്, നീ ഇതിന് തടസ്സം നിൽക്കരുത്. യേശുവിനെ സമ്മാനിക്കാൻ ഇനിയും നമ്മുടെ കയ്യിൽ 2 രത്നങ്ങൾ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇയാളെ സഹായിക്കാതെ നാം ദൈവപുത്രനെ കാണാൻ ചെല്ലുന്നത് ഉചിതമല്ല. ഓ, എനിക്കിത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. പ്രഭോ, അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദര, എനിക്ക് യഹൂദന്മാരുടെ രാജാവിനെ കണ്ടുവണങ്ങുവാൻ ബെത്ലഹേമിലേക്ക് പോകേണ്ടതുണ്ട്. ഇനിയും അധിക നേരം ഞാനിവിടെ നിന്നാൽ എന്റെ കൂട്ടുകാരനെ വിട്ടിട്ട് പോകും. പ്രഭു, അങ്ങ് ചെയ്ത ഈ ഉപകാരം തന്നെ വലിയ കാര്യം. ഇനിയും വൈകിയാൽ അങ്ങേക്ക് ഈ സമയത്തിന് എത്തിച്ചേരാൻ പറ്റില്ല. നിങ്ങൾ പോയിക്കൊള്ളു. പക്ഷേ സഹോദരൻ, നിങ്ങളെ ഇവിടെ തനിച്ചാക്കി ഞങ്ങൾ എങ്ങനെ പോകും? പ്രഭു, അതവിടെ ഒരു പ്രകാശം കാണുന്നുണ്ട്. ഒരു സത്രമാണെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് ആ സത്രത്തിലേക്ക് പോകാം. ഓ, നല്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ വ്യാപാരി സത്രത്തിലാക്കിയിട്ട് ആർത്തബാനും മാർക്കസും യാത്ര തുടർന്നു. എന്നാൽ അതേസമയം ആർത്തബാനെ കാത്തിരുന്നു നിശ്ചിച്ച കാസ്കറും മെർഷ്യയും ബൽത്തസും തങ്ങൾക്ക് വഴികാട്ടിയായി വന്ന നക്ഷത്രത്തിന്റെ പ്രഭ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു. ആർത്തബാനെ കൂടാതെ ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു. ആരെയും കാണുന്നില്ലല്ലോ. മാർക്കസ്, ഇവിടെയാണല്ലോ അവരെന്നെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിരുന്നത്. എങ്ങനെ കാണും? അപ്പോഴേ ഞാൻ പറഞ്ഞത് ആ വ്യാപാരി വിട്ടേച്ച് പോന്നു. ഇപ്പൊ കാണാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ദിവസം 2 ഏയ്, എങ്കിലും ഞാനില്ലാതെ ഇല്ല, ഞാനില്ലാതെ എന്റെ കൂട്ടുകാർ പോകില്ല. നീ ഒന്ന് ചെന്ന് നോക്കി. ഇവിടെ ഒരു കത്തെഴുതി വെച്ചിട്ടാണല്ലോ അവർ പോയത്. പ്രിയപ്പെട്ട ആർത്തബാൻ, കഴിഞ്ഞ 2 ദിവസം നിന്നെയും കാത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്നു. നമുക്ക് അടയാളമായി പ്രത്യക്ഷപ്പെട്ട ആ ദിവ്യ നക്ഷത്രത്തിൻ്റെ പ്രഭ മങ്ങിത്തുടങ്ങി. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ ആ ദിവ്യ പൈതലിനെ കാണുവാൻ സാധിക്കുകയില്ല. അതിനാൽ ഞങ്ങൾ ബെത്ലഹേമിലേക്ക് യാത്ര തിരിക്കുന്നു. നീ ഇവിടെ എത്തിയാൽ ഉടൻ ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു വരിക. നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം എന്ന് നിന്റെ സുഹൃത്തുക്കൾ. സന്തോഷമായല്ലോ. എന്നാൽ ഇനി സമയം കളയണ്ട, നമുക്ക് തിരിച്ചു പോയേക്കാം. മാർക്കസ്, ഞാൻ യാത്ര തിരിച്ചത് രക്ഷകനായ യേശുവിനെ കാണുവാനാണ്. സർവശക്തനായ ദൈവം എന്നെ അവന്റെ അടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും. നിനക്ക് വേണമെങ്കിൽ പോകാം. അതേ കിടക്കണം. ഇനി ഞാനായാലും ഒറ്റയ്ക്ക് തിരിച്ചു പോണില്ല. ഇനി ഏതായാലും തലയെ മറിച്ചതുപോലല്ലേ നടക്കൂ. വരൂ മാർക്കസ്, നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മള് ബെത്ലഹേമിലെത്തി. ഇവിടെ എവിടെയാണ് ആ ദിവ്യ ശിശു ജനിച്ചിരിക്കുന്നത്? മാർക്കസ്,
ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണെന്നാണ് ദൈവദൂതൻ എന്നോട് പറഞ്ഞത്. ഇവിടെ അടുത്തെവിടെയെങ്കിലും അതാ അവിടെ ഒരു അമ്മയും കുഞ്ഞുമുണ്ടല്ലോ. സഹോദരി, ഞങ്ങൾ ഒരു ദിവ്യ ശിശുവിന്റെ ജനന വാർത്ത അറിഞ്ഞു വന്നതാണ്. പ്രഭു, അങ്ങ് ആരാണ്? എന്റെ പേര് ആർത്തവാൻ. എന്റെ കൂട്ടുകാർ 3 പേർ എനിക്ക് മുൻപായി ഇവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ താമസിച്ചു പോയി. സഹോദരി, നിങ്ങൾക്ക് ആ ദിവ്യ ശിശുവിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ആ ഉവ്വ പ്രഭു, ഇവിടെ അടുത്തൊരു കാലത്തൊഴുത്തിൽ പിറന്നു വീണ കുഞ്ഞിനെ കുറിച്ച് ഞാനും കേട്ടു. ദൂരദേശത്ത് നിന്നും ഏതൊക്കെയോ വലിയ ജ്ഞാനികൾ ആ കുഞ്ഞിനെ കണ്ടു വണങ്ങിയെന്നോ വില കൂടിയ സമ്മാനങ്ങൾ നൽകിയെന്നോ ഒക്കെ കേട്ടു. സഹോദരി, നിങ്ങൾ ആ ശിശുവിനെ കണ്ടുവോ? ഇല്ല പ്രഭു, പക്ഷെ ഞാൻ കേട്ടത് ഹെരോദേസ് രാജാവ് വലിയ ദേഷ്യത്തിലാണെന്നും എന്തും ചെയ്യാൻ മടിക്കില്ലെന്നും ജ്ഞാനികൾ ആ നസ്രത്തുകാരനെ അറിയിച്ചുവെന്നും അത് കേട്ട് അവർ പെട്ടെന്ന് തന്നെ ഇവിടെ വിട്ടെന്നുമാണ്. എന്ത്? അവരിവിടെ വിട്ടുവെന്നോ? ആ അതെ, ഈജിപ്തിലേക്കോ മറ്റോ പോയെന്നാ കേട്ടത്. യൂദയായിലെ രാജാവായ ഹെരോദേസിന്റെ കൽപ്പന യൂദയായിലെ രാജസിംഹാസനത്തിന് ഭീഷണിയായി. ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന രഹസ്യമായ വിവരം കിട്ടിയിരിക്കുന്നതിനാൽ ബത്ലഹേമിലും പരിസരത്തുമുള്ള 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കുവാൻ ഇതിനാൽ കൽപ്പിക്കുന്നു. സഹോദരി, വിഷമിക്കാതെ ഇരിക്കും. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മഹാനങ്ങൾക്ക് ഞങ്ങൾക്ക് ആ കുട്ടിയെ പരിശോധിക്കണം. അരുത് സഹോദര, അരുത്. വേണ്ട, എന്റെ സഹോദരിയെ കുട്ടിയെ വെറുതെ വിട്. മഹാനോ ഒരു കിന്നാരം പറച്ചില്. സഹോദരിയെ കുട്ടിയെ ഇത് കണ്ടോ, ഇത് കണ്ടോ, വിലയേറിയതുമായ ഒരു രക്തം. ഇത് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകാം. ദയവ് ചെയ്ത് ഇവരെ വെറുതെ. സഹോദരി, ഈ കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എവിടെ നിന്ന് പോകും? ഇത് വളരെ വിലയേറിയ രത്നമാണല്ലോ. ഇത് നമ്മുടെ 2 തലമുറയ്ക്കും കൂടി സുഖിച്ച് ജീവിക്കുവാനുള്ള അത്രയുമുണ്ട്. ആകട്ടെ, താങ്കൾ ആരാണ്? എവിടേക്ക് പോകുന്നു? സർവശക്തനായ യഹോവയുടെ എളിയദാസൻ, ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ച രാജാവിനെ കാണാൻ പോവുകയാണ്. നീയും അവനെ കാണാൻ വന്നവരാണോ? നിനക്ക് മുൻപ് 3 പേര് ഇവിടെ വന്നിരുന്നു. പക്ഷെ അവർ ഞങ്ങളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. നിന്നെ ഞങ്ങൾ വിടില്ല. നിനക്കറിയാം അവൻ എവിടെയാ ജനിച്ചിരിക്കുന്നതെന്ന്. പറ. ഇല്ല, എനിക്കറിയില്ല. ഞാനും അവനെയാണ് തിരയുന്നത്. കള്ളന്മാരുടെ രാജാവിന് ജയ് വിളിക്കുന്ന കള്ള പ്രവാചകൻ, വിടുത്തി കെട്ടവനെ.
ഹെറോദേസിനെതിരായി ജനങ്ങളെ സംഘടിപ്പിക്കുകയും രാജസിംഹാസനത്തിന് ഭീഷണിയായി പിറന്നു വീണ ശിശുവിനെ കാണിച്ചു തരാതിരിക്കുകയും കള്ളപ്രവാചകനായി വേഷം കെട്ടി ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തതിന് ശിക്ഷയായി ഹൃദയ നിയമപ്രകാരം ആർത്തബാന് ആജീവനാന്ത ഏകാന്ത തടവിന് വിധിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആർത്തബാൻ ജയിൽ മോചിതനായി. ഇടയ്ക്ക് വെച്ച് തൻ്റെ സഹായിയായ മാർക്കസ് നഷ്ടപ്പെട്ട ആർത്തബാൻ ഒറ്റയ്ക്ക് യേശുവിനെ അന്വേഷിച്ചുള്ള തൻ്റെ യാത്ര തുടങ്ങി. കാലങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക്, ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക്. എവിടെയാണ് ആ രക്ഷ? ഇതുവരെ തനിക്ക് അവനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. തൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന ഒരേ ഒരു രത്നവുമായി അവൻ യാത്ര തുടർന്നു. ഇതിനിടയ്ക്ക് യേശു എന്നൊരാളെക്കുറിച്ച്, അവൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ആർത്തബാൻ കേൾക്കുവാനിടയായി. താൻ അന്വേഷിച്ചിരുന്ന ശിശു ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിയ ആർത്തബാൻ ഗലീലിയയിലേക്ക് പുറപ്പെട്ടു. അമ്മേ, അമ്മ കരയാണോ? മോളെ, ദൈവമേ, എന്റെ മോളുടെ മുഖം കാണുമ്പോൾ എന്റെ ചങ്ക് തകരുകയാണ്. അമ്മേ, അമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? മോളെ, നമ്മൾ കൊടുക്കേണ്ട പണം കൊടുത്തു തീർക്കേണ്ട അവസാന തീയതിയാണെന്ന്. അത് കൊടുക്കാൻ അമ്മ ഒരു വഴിയും കാണുന്നില്ല. ഇന്ന് കൊടുത്തു തീർത്തില്ലെങ്കിൽ എന്താ മോളെ ഇത്? ആകെ നേർത്തിരിക്കുന്നല്ലോ. ഇങ്ങനെ നനഞ്ഞാൽ പനി പിടിക്കില്ലേ? മോൾ അകത്ത് പോയി കുളിച്ച് ഉടുപ്പൊക്കെ മാറ്റി അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പം എടുത്ത് കഴിക്കും. ശരി അമ്മേ. കണ്ടില്ലേ എന്റെ ഓമനയായ മകള്? ഇന്നവർ വന്ന് എന്റെ മകളെ കൊണ്ടുപോകും. ഞാൻ കൊടുക്കാനുള്ള പണത്തിന് പകരമായി എന്റെ മകളെ അടിമയായി വിൽക്കാൻ. എന്റെ ഈ കൈകളിൽ ഞാൻ താരാട്ട് പാടി ഉറക്കിയ എന്റെ പൊന്നോമനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ആരും വഴി എന്റെ മകളെ ഒന്ന് രക്ഷിക്കാൻ. എന്റെ ദൈവമേ, ആ പണം ഒന്ന് കൊടുത്തു തീർക്കാൻ ഞാൻ ഓരോ വഴിയും കാണുന്നില്ല. അയ്യോ, അതവരല്ലേ? അയ്യോ, ഈശ്വരനെ കൊടുക്കാനുള്ള പണമെടുക്ക. അയ്യോ, യജമാനനെ, പണം ഇതുവരെ ഒത്തില്ല. കുറച്ചുകൂടി അവധി തരണം. ഇനിയും അവധി? എല്ലാ അവധിയും അവസാനിച്ചു. സീസർ നിശ്ചയിച്ചിരുന്ന 10% അതിന്റെ കൂട്ടുപലിശയും എടുക്ക. നീ നിന്റെ ഭർത്താവ് വന്നിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ അത് കൊടുത്തു തീർക്കുവാനുള്ള മാർഗവും കാണേണ്ടതായിരുന്നു. എവിടെ നിന്റെ മകളെവിടെ? യജമാനനെ, അവളെ വെറുതെ വിടും. പകരം നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോളൂ. നിന്നെയോ? നിന്നെ ആർക്ക് വേണം? നിക്കണ അകത്ത് ചെന്ന് ഇവരുടെ മകളെ പിടിച്ച് ഇറക്കിക്കൊണ്ടുവരും. അയ്യോ, അങ്ങനെ പറയാതെ, അങ്ങനെ പറയാതെ. ഞാൻ
അടച്ച കടത്തിന് പകരമായി അവർ എന്റെ മകളെ അടിമയായി ലേലം ചെയ്ത് വിൽക്കുവാൻ കൊണ്ടുപോവുകയാണ്. നോക്ക്, നിങ്ങൾക്ക് ഇവൾ എത്രയാണ് തരാനുള്ളത്? എന്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ പട്ടുകിഴവ, നിങ്ങളെന്താ കളി പറയുകയാണ്? ഇവളെ ലേലത്തിൽ വിറ്റാൽ ഞങ്ങൾക്ക് നല്ല പണം കിട്ടും. ഇവര് തരാനുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി. ലാരിസ്, വെറുതെ സമയം കളയണ്ട. വരൂ, നമുക്ക് പോകാം. നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. നോക്ക്, ഇതൊരു അമൂല്യ രത്നമാണ്. ഞാൻ എന്റെ രാജാവിന് വേണ്ടി കാത്തു സൂക്ഷിച്ചതിന്റെ അവസാനത്തേത്. ഇത് വിറ്റാൽ നിങ്ങൾക്ക് നല്ല വില കിട്ടും. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൂടി ജീവിക്കാനുള്ളതിലേറെ എടുത്തുകൊള്ളൂ. ആ കുട്ടിയെ വിടും. ഇത് വളരെ വിലയേറിയതാണ്. നമുക്കിത് മതി. വരൂ, നമുക്ക് പോകാം. എന്റെ മോളെ, അങ്ങ് ആരാണ്? മോളെ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്റെ രാജാവിനെ തേടിയുള്ള യാത്രയിലാണ്. ആരാണ് അങ്ങയുടെ രാജാവ്? കഴിഞ്ഞ 33 വർഷങ്ങളായി ഞാൻ അവനെ തിരയുന്നു. ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് അവൻ ഈ യുദ്ധയായിലാണ്. ഞാൻ അന്വേഷിക്കുന്ന എന്റെ രാജാവിന്റെ പേര് നസ്രായനായ യേശു. പ്രഭു, ഞാനിന്നൊരു വാർത്ത കേട്ടു. നസ്രായനായ യേശുവിനെ പീലാത്തോസിന്റെ പടയാളികൾ ബന്ധിച്ചുവെന്നും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവനെ അവർ കുരിശിലേറ്റാൻ വിധിച്ചുവെന്നും. ദൈവമേ, അതാരാണ്? അയ്യോ,
ഇത് കാണുവാനാണോ ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്? ബത്ലഹേമിൽ പിറന്ന ഉണ്ണി യേശുവിനെ കാണാൻ കൊതിച്ച എന്റെ ഈ കണ്ണുകൾ ക്രൂശിക്കാനായി കൊണ്ടുപോകുന്ന അങ്ങയെ കാണുവാനാണോ ഇത്രയും നാൾ തിരഞ്ഞത്? വയ്യ, എനിക്ക് മുമ്പോട്ട് നടക്കുവാൻ സാധിക്കുന്നില്ല. ദൈവമേ, ദൈവമേ, സർവശക്ത, ഈ അവസാന നിമിഷം നിന്റെ കാലുകളിലെങ്കിലും സ്പർശിക്കാൻ എന്നെ നീ അനുവദിക്കണമേ.